ഹായ് എവരി വൺ, വെൽക്കം ടു നീതൂസ് ക്ലാസ് റൂം. ഈ വീഡിയോയിൽ നമ്മൾ 6ാം ക്ലാസ് സോഷ്യൽ സയൻസിലെ 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കൾച്ചർ ആൻഡ് കൾച്ചറൽ ഡൈവേഴ്സിറ്റീസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള കൾച്ചറുകളെക്കുറിച്ചും അതിലുള്ള വൈവിധ്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ജവഹർലാൽ നെഹ്റു എഴുതിയ ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ബുക്കിൻ്റെ ഒരു ഭാഗം അതിൽ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യ ഈസ് എ ലാൻഡ് ഓഫ് വൈബ്രൻറ്റ് കളേഴ്സ്, ഡൈവേഴ്സ് ലാംഗ്വേജ് ആൻഡ് റിച്ച് ട്രഡീഷൻസ്. From the snow-capped Himalayas in the north to the vast seas in the south, each region boasts its own unique culture. അപ്പം ഇതിൽ എന്തൊക്കെയാണ് പറയുന്നത്? നമ്മുടെ ഇന്ത്യയിലുള്ള വ്യത്യസ്തമായ കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് അദ്ദേഹം അതിൽ പറയുന്നത്. അതിപ്പോൾ ഭാഷയുടെ കാര്യങ്ങളാണെങ്കിലും ട്രഡീഷൻസ് ആണെങ്കിലും ഈവൻ നമ്മുടെ ജിയോഗ്രഫിക്കൽ റീജിയൻസ്, അതായത് നമുക്ക് ഹിമാലയം പോലെ ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വതനിരകളും അതേപോലെ തന്നെ ഒരു ഭാഗത്ത് പർവ്വതങ്ങളാണെങ്കിൽ മറ്റൊരു ഭാഗത്ത് എന്താണ് വാസ്റ്റായിട്ടുള്ള കടലും ഒക്കെയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. Our country is home to countless festivals and music. Each diverse dance forms tell varied stories of our people. അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് പലതരത്തിലുള്ള ആഘോഷങ്ങളും പലതരത്തിലുള്ള നൃത്ത രൂപങ്ങളും മ്യൂസിക്കും അങ്ങനെ ആർട്ട് ഫോംസും ഒരുപാട് തരത്തിലുണ്ട്. അത് ഓരോന്നും ഓരോ സ്ഥലത്തിൻ്റെ കൾച്ചറുകളും അവരുടെ കഥകളുമൊക്കെയാണ് പറയുന്നത്. Amidst this incredible diversity, there is a deep sense of unity, strengthened by the inspiring life stories of great thinkers and warriors. ഇത്രയും വ്യത്യസ്തതകൾക്കിടയിലും നമ്മൾ ഇന്ത്യക്കാരെന്ന് പറയുന്ന ഒരു യൂണിറ്റി നമുക്ക് ഉണ്ട്. ആ യൂണിറ്റി നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയെടുത്തത് ആണ് നമ്മുടെ രാജ്യത്തുണ്ടായിരുന്ന ചിന്തകരുടെയും അതുപോലെ നമുക്ക് വേണ്ടി പോരാടിയ വലിയ ആൾക്കാരുടെയും അവരുടെയൊക്കെ ഇൻസ്പയറിങ് സ്റ്റോറീസിൽ നിന്നാണ് നമ്മൾ ഇന്ത്യക്കാരാണ് എന്നുള്ളൊരു യൂണിറ്റി നമുക്ക് ഉണ്ടായി വന്നത്. ഇന്ത്യസ് ട്രൂ സ്ട്രെങ്ത് ലൈസ് ഇൻ ഇറ്റ്സ് എബിലിറ്റി ടു എംബ്രാസ് ഡിഫറൻസസ് ആൻഡ് ഫൈൻഡ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. അപ്പം നമ്മുടെ ഇന്ത്യയുടെ തന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിയാണ്. അതായത് നമ്മൾ വൈവിധ്യങ്ങളിലും നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരുമിച്ച് നിൽക്കുന്നു. നമ്മുടെ ഭാഷകൾ വ്യത്യസ്തമായിരിക്കും, നമ്മുടെ കൾച്ചർ, നമ്മുടെ വസ്ത്രരീതികളെല്ലാം വ്യത്യസ്തമാണെങ്കിലും ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ്? അതൊരു നമുക്കൊരു പവറാണ് അല്ലേ? യൂണിറ്റി നമ്മളതിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മൾ ആ യൂണിറ്റി കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്കുകളാണ്. ദീസ് ആർ ദ വേർഡ്സ് ഓഫ് അവർ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റു ഇൻ ഹിസ് ബുക്ക് ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബുക്കായിട്ടുള്ള ദ ഡിസ്കവറി ഓഫ് ഇന്ത്യയിൽ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇത്. ഇനി അദ്ദേഹം അതിൽ എന്തൊക്കെ ഡൈവേഴ്സിറ്റീസ് ആണ് മെൻഷൻ ചെയ്തിരിക്കണതെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ നമുക്കതിൽ കാണാൻ പറ്റുന്നുണ്ട്? അതിൽ ലാംഗ്വേജിലുള്ള ഡൈവേഴ്സിറ്റിനെ കുറിച്ച് അദ്ദേഹം മെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ കൾച്ചർ, വ്യത്യസ്ത കൾച്ചറുകളെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ജിയോഗ്രഫിക്കലായിട്ടുള്ള ഡൈവേഴ്സിറ്റീസ്, അതേപോലെ ഫെസ്റ്റിവൽസിലുള്ള ഡൈവേഴ്സിറ്റീസ്, ട്രഡീഷൻസ്, പിന്നെ ആർട്ട് ഫോംസ്, ഇതിലൊക്കെ ഉള്ള ഡൈവേഴ്സിറ്റീസിനെ കുറിച്ച് അദ്ദേഹം അതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇനി അവിടെ ഒരു പോയത്തിൻ്റെ വരികളാണ് കൊടുത്തിരിക്കുന്നത്. ആ പോയം എന്ന് പറയണത് മിലേ സുർ മേര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോങ് ആണ്. അത് 1988 കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു സോങ് ആണ്. ടു സ്ട്രെങ്തൻ ദ നാഷണൽ യൂണിറ്റി ഓഫ് ഇന്ത്യ. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിലെ വരികൾ വ്യത്യസ്ത ലാംഗ്വേജിൽ എഴുതിയിട്ട് പിന്നെ അതിനെ ചേർത്ത് വെച്ചിട്ട് ഒരു സോങ് ആയിട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ വ്യത്യസ്തത, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റീനെ എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സോങ് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് ആസ് ഡിഫറെൻറ്റ് റിവേഴ്സ് മെർജ് ഇൻ ടു എ സിംഗിൾ ഓഷ്യൻ വെൻ ഡൈവേഴ്സ് പീപ്പിൾ, കൾച്ചേഴ്സ് ആൻഡ് ഐഡിയാസ് കം ടുഗെദർ ദേ ക്രിയേറ്റ് എ ബ്യൂട്ടിഫുൾ യൂണിറ്റി വിച്ച് റിഫ്ലക്ട് ദ മെസ്സേജ് ഓഫ് ദിസ് സോങ്സ്. അപ്പോൾ ഈ പാട്ടിൽ എന്താ? പല ലാംഗ്വേജിലാണ് ആ പാട്ട് എഴുതിയിരിക്കുന്നത്. അതേപോലെ തന്നെ പല നദിയിലെ വെള്ളം ഒരുമിച്ച് ചേർന്ന് കടലിലേക്ക് എത്തി ഒരുമിച്ച് അത് ഒഴുകുന്നത് പോലെ തന്നെ ആണ് പല കൾച്ചറിലുള്ള ആൾക്കാരും ഒരുമിച്ച് ചേർന്ന് ഒരു രാജ്യം ഉണ്ടാകുന്നു. ആ ഒരു യൂണിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സോങ് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ യൂണിറ്റിയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് എന്താണ്? ദിസ് യൂണിറ്റി ഈസ് ഇമ്പോർട്ടൻറ്റ് നോട്ട് ഓൺലി അറ്റ് ദ ഇൻഡിവിജ്വൽ ലെവൽ ബട്ട് ഓൾസോ അറ്റ് ദ സൊസൈറ്റൽ ലെവൽ. അപ്പോൾ നമ്മുടെ സൊസൈറ്റിക്കും ഇങ്ങനെ ഒരു യൂണിറ്റി അത്യാവശ്യമാണ്. ഓക്കെ, ദെൻ ഇനി നിങ്ങളോട് ഫൈൻഡ് ഔട്ട് മലയാളം പോയംസ് ഓഫ് സോങ്സ് റിഫ്ലക്റ്റിംഗ് നാഷണൽ യൂണിറ്റി ആൻഡ് പ്രസൻറ്റ് ആസ് എ ഗ്രൂപ്പ് ഇൻ ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് വള്ളത്തോളിൻ്റെയൊക്കെ കവിതകളുണ്ട് അല്ലേ? ഭാരതം എന്ന് കേട്ടാലോ,
കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളം എന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ എന്നൊക്കെ പറഞ്ഞിട്ട് വള്ളത്തോളൊക്കെ എഴുതിയ കവിതകളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മുടെ യൂണിറ്റീനെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള സോങ്ങുകളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ കേരള പിറവിനെക്കുറിച്ചൊരു ബ്രോഷർ പറഞ്ഞിട്ടുണ്ട്. ആ ബ്രോഷറിലാണെങ്കിലും വ്യത്യസ്തമായ കലാരൂപങ്ങളെക്കുറിച്ചിട്ടൊക്കെയാണ് കാണിച്ചിരിക്കുന്നത് അല്ലേ. അതേപോലെ ബ്രോഷർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വ്യത്യസ്ത ലാംഗ്വേജുകൾ, നമ്മുടെ ആർട്ട് ഫെസ്റ്റുകൾ, ഫുഡ്, അങ്ങനെ പല പല കാര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇനി നോക്കൂ, ഇവിടെ വേറൊരു മെസ്സേജാണ്. ആരയച്ചിട്ടുള്ളതാണ്? ഋതി എന്ന് പറയുന്ന ഒരു കുട്ടി. ഋതി എന്ന് പറഞ്ഞാൽ ഒരു രാജസ്ഥാനിൽ നിന്നുള്ള കുട്ടിയാണ്. ആൻഡ് ആ കുട്ടി കേരളത്തിൽ വന്ന് ജീവിക്കുന്നതാണ്. ഫാമിലി, ആ കുട്ടി പഠിക്കുന്നത് കേരളത്തിലെ ഒരു സ്കൂളിലാണ്. അപ്പോൾ ആ കുട്ടി വെക്കേഷൻ ലീവ് എടുത്തിട്ട് അവരുടെ നാട്ടിൽ പോയിരിക്കുകയാണ്, അവിടുത്തെ ഒരു ഫെസ്റ്റിവലിന് വേണ്ടിയിട്ട്. അവിടുന്ന് അയച്ചിട്ടുള്ള മെസ്സേജാണ് ഇത്. നോക്കൂ. ഡിയർ ഫ്രണ്ട്സ്, ഹൗ ആർ തിങ്സ് അറ്റ് അവർ സ്കൂൾ? ഐ കെയിം ടു മൈ വില്ലേജ് ടു സെലിബ്രേറ്റ് ഹരിയാലി തീജ്. ഹരിയാലി തീജ് എന്ന് പറഞ്ഞാൽ അവരുടെ നാട്ടിലൊരു ആഘോഷമാണ്. വി സെലിബ്രേറ്റ് തീജ് ഇൻ ദ മന്ത് ഓഫ് ശ്രാവണ വിച്ച് ഈസ് ചിങ്ങം ഇൻ കേരള. കേരളത്തിലെ ചിങ്ങമാസം പോലെ അവർ പറയുന്ന ഇതാണ് ശ്രാവണ മാസം. അപ്പോൾ ആ ശ്രാവണ മാസത്തിലാണ് ഈ ഒരു ആഘോഷമുള്ളത്. ഡോണ്ട് യു പുട്ട് അപ്പ് സ്വിങ്സ് ഫോർ ഓണം ഇൻ കേരള? വി ഓൾസോ പുട്ട് അപ്പ് സ്വിങ്സ് ഹിയർ ഫോർ തീജ് ഫെസ്റ്റിവൽ. അപ്പോൾ അവരും ഈ ഒരു ആഘോഷത്തിന് ഊഞ്ഞാലൊക്കെ ഇടും. നമ്മൾ ഓണത്തിന് ഊഞ്ഞാൽ കിട്ടുന്നത് പോലെ അവരും ആ ആഘോഷത്തിന് ഊഞ്ഞാലിടും. അതുപോലെ ന്യൂ ക്ലോത്ത്, സ്വീറ്റ്സ്, ഫീസ്റ്റിംഗ് അറ്റ് റിലേറ്റീവ്സ് ഹൗസസ് ആൻഡ് സോ ഓൺ ആർ പാർട്ട് ഓഫ് ദിസ് ഫെസ്റ്റിവൽ. അപ്പോൾ നമ്മുടെ ഓണം പോലെ തന്നെ അവർക്കുള്ള ഒരു ആഘോഷമാണത് അല്ലേ. അവിടെ ഇതുപോലെ പുതിയ വസ്ത്രങ്ങൾ, സ്വീറ്റ്സ് വാങ്ങിക്കുക, അതുപോലെ റിലേറ്റീവ്സിനൊക്കെ ആഹാരം കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്കും ഉണ്ട്. അതേപോലെ അവർ വേറെ കുറച്ച് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. വി ഓൾസോ സെലിബ്രേറ്റ് പുഷ്കർ മേള ആൻഡ് ഗജമേള ഓൺ സച്ച് ഒക്കേഷൻസ്. മെൻ വെയർ ടർബൻസ് ആൻഡ് കോട്ട്സ്. അവരുടെ വസ്ത്രധാരണ രീതിയെ കുറിച്ച് പറയുന്നുണ്ട്. വുമൺ വെയർ സ്കേർട്ട്സ്, ചോളീസ് ആൻഡ് സാരീസ്. അവരുടെ ആണുങ്ങളാണെങ്കിൽ തലയിൽ വയ്ക്കുന്ന ആ ഒരു തൊപ്പി പോലെയുള്ളതിനെയാണ് ടർബൻ എന്ന് പറയുക. അതും അതുപോലെ കോട്ടും ഒക്കെ ധരിക്കും. സ്ത്രീകളാണെങ്കിൽ സ്കേർട്ടും അങ്ങനത്തെ ഡ്രസ്സ്, സാരീസൊക്കെ ധരിക്കും. ദെൻ ഐ വിൽ ടെൽ യു മോർ അബൌട്ട് ദിസ് വെൻ വി മീറ്റ്. ഐ വിൽ ബാക്ക് ബിഫോർ ഓണം. ഐ വിൽ ബ്രിങ് സം ഓഫ് അവർ സ്പെഷ്യൽ സ്വീറ്റ്സ് മെയ്ഡ് ബൈ അസ് ഫോർ ഓൾ ഓഫ് യു. അപ്പോൾ ഇനി കൂടുതൽ വിശേഷങ്ങൾ തിരിച്ചു വന്നിട്ട് പറയാമെന്നാണ് പറയുന്നത്. അപ്പോൾ നോക്കൂ, അവരുടെ നാട്ടിലെ ആഘോഷങ്ങൾ എത്ര വ്യത്യസ്തമാണ്. പക്ഷേ നമുക്കതിൽ കുറച്ച് സിമിലാരിറ്റീസും കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട് അല്ലേ. വാട്ട് ആൾ സിമിലർ ഫീച്ചേഴ്സ് ആർ ദർ ബിറ്റ്വീൻ ദ ഓണം ഫെസ്റ്റിവൽ ഇൻ കേരള ആൻഡ് ദ തീജ് ഫെസ്റ്റിവൽ ഇൻ രാജസ്ഥാൻ? അപ്പോൾ കേരളത്തിലെ ഓണം ഫെസ്റ്റിവലും അതുപോലെ രാജസ്ഥാനിലെ തീജ് ഫെസ്റ്റിവലും തമ്മിൽ എന്തൊക്കെ സിമിലാരിറ്റീസാണ് നമുക്ക് കാണാൻ പറ്റുന്നത്? ഒന്നാമത്തേന്ന് പറയുന്നത് ബോത്ത് ഫെസ്റ്റിവൽസ് ആർ സെലിബ്രേറ്റിംഗ് ഇൻ ദ സെയിം മന്ത് അല്ലേ. ഒരേ മാസത്തിലാണ്. അവിടുത്തെ ശ്രാവൺ മാസമാണെങ്കിൽ ഇവിടെ നമ്മൾ അതെന്താണ് ചിങ്ങമാസത്തിലാണ് ആഘോഷിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു ടൈമാണ് വരുന്നത്. പിന്നെ സെലിബ്രേഷൻസ് ആർ സിമിലർ അല്ലേ. സെലിബ്രേഷൻസ് ലൈക്ക് പുട്ടിങ് സ്വിങ്, അതുപോലെ വെയറിങ് ന്യൂ ക്ലോത്ത്സ്, സ്വീറ്റ്സ്, ഫീസ്, ഇതൊക്കെ സിമിലറായിട്ട് നമ്മൾ ഓണത്തിനും അതേപോലെ അവർ അവരുടെ ഫെസ്റ്റിവലിനും തീജ് ഫെസ്റ്റിവലിനും ചെയ്യുന്നതാണ്. ഇനി വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഫൗണ്ട് ഇൻ രാജസ്ഥാൻ ദാറ്റ് ആർ ഡിഫറെൻറ്റ് ഫ്രം കേരള? ഇനി കേരളവും രാജസ്ഥാനും തമ്മിൽ മെയിനായിട്ടുള്ള വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത് എന്തിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്? ക്ലോത്തിങ്ങിൽ അല്ലേ. അവരുടെ വസ്ത്രരീതി നമ്മുടെ വസ്ത്രരീതിയും വ്യത്യസ്തമാണ്. ക്ലോത്തിങ്ങിൽ, ഫുഡിൽ, കസ്റ്റംസിൽ, അതുപോലെ ആചാരങ്ങൾ, അവരുടെ രീതികളിൽ, അതേപോലെ ഭക്ഷണത്തിലൊക്കെ രാജസ്ഥാനും കേരളവും തമ്മിൽ ഡിഫറെൻ്റ് ആണ്. Then we are familiar with some of the similarities and differences in food, clothing, customs and celebrations of Rajasthan and Kerala. Many such features can be observed in each state. അപ്പോൾ നമുക്കിപ്പോൾ മനസ്സിലായി രാജസ്ഥാനും കേരളയും തമ്മിൽ കുറേ കാര്യങ്ങളിലൊക്കെ സിമിലാരിറ്റി ഉണ്ട്. ഫുഡാണെങ്കിലും ക്ലോത്തിങ്, കസ്റ്റംസ്, സെലിബ്രേഷൻസ്, അതിലൊക്കെ ചില കാര്യങ്ങളിൽ സിമിലാരിറ്റി ഉണ്ട്, ചില കാര്യങ്ങളിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതേപോലെ തന്നെയാണ് ബാക്കിയുള്ള സ്റ്റേറ്റുകൾ തമ്മിലും. അപ്പോൾ നമ്മളോട് നിങ്ങളുടെ ഓരോരുത്തരുടെ സ്ഥലത്തെ ഇങ്ങനെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഫുഡ്, അവിടുത്തെ ക്ലോത്തിങ് രീതി എന്താണ്, ലാംഗ്വേജ്. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ നമുക്ക് മലയാളം എന്ന് പറയാം അല്ലേ.
അതേപോലെ നമ്മുടെ ഫെസ്റ്റിവൽസ് ഏതൊക്കെയാണ്, ഓണം, വിഷു, അങ്ങനെയൊക്കെയാണ് കേരളത്തിന് മാത്രമായിട്ടുള്ള ഫെസ്റ്റിവൽസ്. പിന്നെ എൻ്റർടൈൻമെൻറ്റ്സ്, അപ്പോൾ ഓരോ സ്ഥലങ്ങളിലും പ്രധാനപ്പെട്ട എൻ്റർടൈൻമെൻറ്റുകൾ ഓരോന്നുണ്ടാവില്ല. ഇപ്പോൾ ചില സ്ഥലത്ത് വള്ളം കളി ഉണ്ടാവും അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലത്തിന് വെച്ചിട്ട് അത് എഴുതാൻ പറ്റും. മോണുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്തൊക്കെ സാധനങ്ങളാണ്. ഇപ്പോൾ ഒരു ഫോട്ടോ അല്ലെങ്കിൽ അങ്ങനെ ചില സ്ഥലങ്ങളിൽ ഓരോ സ്ഥലത്തിനും അതിൻ്റേതായ ചില പ്രത്യേക സംഭവങ്ങളുണ്ട്. ചില സ്ഥലത്ത് ചില കോട്ടകളുണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും അല്ലേ. അങ്ങനത്തെ മോണുമെൻറ്റ്സ്, അതുപോലെ അവിടെ സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലും ഫുഡ് ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ഇതെല്ലാം കൂടി ചേരുന്നതിനെയാണ് നമ്മൾ കൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കൾച്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ അതിനെ ഒന്ന് ഡിഫൈൻ ചെയ്യാൻ നോക്കൂ. അവർ കൾച്ചർ ഈസ് ഫോംഡ് ബൈ ഫാക്ടേഴ്സ് സച്ച് ആസ് അവർ ഫുഡ്, ക്ലോത്തിങ് ആൻഡ് ലാംഗ്വേജ്. അപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും, അതായത് ഒരു സൊസൈറ്റി ആയിട്ട് നമ്മളൊരു സ്ഥലത്ത് ജീവിക്കുമ്പോൾ ആ സൊസൈറ്റിയുടെ എത്രയും കാലത്തെ ഒരു ജീവിതം മൂലം അവരുണ്ടാക്കിയെടുത്തിട്ടുള്ള അവരുടെ ഭക്ഷണ രീതികൾ, വസ്ത്രരീതികൾ, ലാംഗ്വേജുകൾ, അവരുടെ ആർട്ട്, അവരുടെ മ്യൂസിക് എല്ലാം ചേരുന്നതിനെയാണ് അവരുടെ ഒരു കൾച്ചർ എന്ന് പറയുന്നത്. ദ വേ വി തിങ്ക് ആൻഡ് ആക്ട് ഈസ് ഓൾസോ എ പാർട്ട് ഓഫ് കൾച്ചർ. കൾച്ചർ ഈസ് സംതിങ് വി ഇൻഹെറിറ്റ് ട്രഡീഷണലി ആസ് മെമ്പേഴ്സ് ഓഫ് സൊസൈറ്റി. അപ്പം നമ്മൾ പെരുമാറുന്ന രീതികൾ, ഓരോ സിറ്റുവേഷനും നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന രീതിയൊക്കെ നമ്മുടെ കൾച്ചറിനെ അപേക്ഷിച്ച് ഇരിക്കും. ഇപ്പോൾ നമ്മൾ കേരളത്തിലുള്ള ഒരു വ്യക്തി പെരുമാറുന്നത് പോലെ ആയിരിക്കില്ല ഒരു യൂറോപ്പിൽ നിന്നുള്ള ഒരു വ്യക്തി പെരുമാറുന്നത്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഇവിടെ ചെയ്യുന്ന പല കാര്യങ്ങളും അവിടെ ചെയ്ത് കഴിഞ്ഞാൽ അത് തെറ്റായിരിക്കും. ഇവിടെ നമുക്കത് ശരിയായിരിക്കും, പക്ഷേ അവിടെ അത് തെറ്റായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള അവരുടെ കൾച്ചർ വ്യത്യസ്തമാണ്, നമ്മുടെ കൾച്ചർ വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് അങ്ങനെയുള്ളത്. ഓൾ ദ അച്ചീവ്മെൻറ്റ്സ് ഓഫ് ഹ്യൂമാനിറ്റി ക്യാൻ ബി ടേംഡ് ആസ് കൾച്ചർ. അപ്പോൾ നമ്മൾ ഓരോ സ്ഥലത്തെയും ഓരോ സൊസൈറ്റിയിലെയും ഇത്രയും നാളുകൊണ്ട് അവരുണ്ടാക്കിയെടുത്ത എല്ലാ രീതികളും കൂടി ചേർന്നിട്ടാണ് അവരുടെ കൾച്ചറായിട്ട് മാറുന്നത്. ഇനി കൾച്ചർ എന്നുള്ള ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നോക്കൂ. കൾച്ചർ ഈസ് ഡിഫൈൻഡ് ഇൻ ദ ഓപ്പണിംഗ് ലൈൻസ് ഓഫ് ദ ബുക്ക് പ്രിമിറ്റീവ് കൾച്ചർ പബ്ലിഷ്ഡ് ബൈ ഇ.ബി. ടെയ്ലർ. ഇ.ബി. ടെയ്ലറുടെ പ്രിമിറ്റീവ് കൾച്ചർ എന്നുള്ള ബുക്കിൽ അദ്ദേഹം കൾച്ചറിന് കൊടുത്തിരിക്കുന്ന ഒരു ഡെഫിനിഷനാണ് ദാറ്റ് കോംപ്ലക്സ് ഓൾ which includes knowledge, belief, art, morals, law, customs and any other capabilities and habits acquired by man as a member of society. അപ്പോൾ ഒരു വ്യക്തി ഒരു സൊസൈറ്റിയിൽ ജീവിച്ചുകൊണ്ട് അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത അദ്ദേഹത്തിൻ്റെ അറിവ്, വിശ്വാസങ്ങൾ, ആർട്ട്, മോറൽ വാല്യൂസ്, ലോ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പാലിക്കുന്ന നിയമങ്ങൾ, രീതികൾ എല്ലാം ചേർന്നതാണ് ലാംഗ്വേജ്. അങ്ങനെ എല്ലാം കൂടി ചേർന്നതിനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു കൾച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഇ.ബി. ടെയ്ലർ കൾച്ചറിന് കൊടുത്തിട്ടുള്ള ഡെഫിനിഷൻ എന്ന് പറയുന്നത്. കൾച്ചർ ഈസ് വാട്ട് സെറ്റ്സ് ഹ്യൂമൻസ് അപ്പാർട്ട് ഫ്രം അതർ സ്പീഷീസ്. അതായത് കൾച്ചർ എന്ന് പറയുന്നത് മനുഷ്യന്മാർക്ക് മാത്രമുള്ളതാണ്. മറ്റ് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരെ വ്യത്യസ്തമാക്കുന്നത് ഇത്തരത്തിലുള്ള ഓരോ സൊസൈറ്റിക്കുമുള്ള അവരവരുടേതായ കൾച്ചറാണ്. ഇത് മറ്റൊരു ജീവിക്ക് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഈച്ച് ഇൻഡിവിജ്വൽ ഈസ് ബോൺ ഇൻ ടു എ യുണീക്ക് കൾച്ചറൽ കോണ്ടെക്സ്റ്റ്. അപ്പോൾ ഇത് ഓരോ വ്യക്തിക്കും അവരുടെ കൾച്ചർ എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും അല്ലേ. ഒരു സ്ഥലത്ത് ജീവിക്കുന്ന, ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന വ്യക്തിക്ക് മറ്റൊരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന വ്യക്തിക്കുള്ള കൾച്ചർ വ്യത്യസ്തമായിരിക്കും. ഇറ്റ് ഈസ് ത്രൂ ദ പ്രോസസ് ഓഫ് സോഷ്യലൈസേഷൻ ഈച്ച് ഇൻഡിവിജ്വൽ അക്വയർ ദെയർ ഓൺ കൾച്ചർ. അപ്പോൾ ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെതായ ഒരു കൾച്ചർ ഉണ്ടായി വരുന്നത് സോഷ്യലൈസേഷനിലൂടെ ആണ്. അതായത് ഒരു സൊസൈറ്റിയിൽ ജീവിച്ച് അവിടെയുള്ള മറ്റാൾക്കാരുമായി ഇടപഴകുമ്പോൾ മാത്രമാണ് ഒരു കൾച്ചർ ഉണ്ടായി വരുള്ളൂ. അങ്ങനെയാണെങ്കിൽ സോഷ്യലൈസേഷൻ എന്താണെന്ന് നോക്കാം. സോഷ്യലൈസേഷൻ ഇസ് ദ ലേണിംഗ് പ്രോസസ് ത്രൂ വിച്ച് വി ലേൺ ഹൗ ടു ബിഹേവ് ആൻഡ് ഇൻട്രാക്ട് വിത്ത് ദ സൊസൈറ്റി വി ലീവ് ഇൻ. അപ്പോൾ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു സൊസൈറ്റിയിൽ എങ്ങനെ ജീവിക്കണം, എങ്ങനെ ബിഹേവ് ചെയ്യണം, എങ്ങനെ പെരുമാറണം, എങ്ങനെ മറ്റുള്ളവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണം എന്നുള്ളത് പഠിച്ചെടുക്കുന്നതിനെയാണ്, ആ ഒരു സൊസൈറ്റിയിൽ ജീവിച്ച് പഠിച്ചെടുക്കുന്നതിനെയാണ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ബിഗിൻസ് അറ്റ് ബർത്ത് ആൻഡ് കണ്ടിന്യൂസ് ത്രൂ ഔട്ട് അവർ ലൈഫ്സ്. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ജനിക്കുമ്പോൾ തുടങ്ങി നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിച്ച് വരികയാണ് അല്ലേ. ഓരോ വ്യക്തികളോട് എങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ നമ്മൾ ഭാഷ പഠിക്കുന്നു, എങ്ങനെ സംസാരിക്കണമെന്ന് പറയുന്നു, ഓരോ കാര്യങ്ങളും എങ്ങനെ ചെയ്യണമെന്ന് പറയുന്നു, ഭക്ഷണം പാകം എങ്ങനെ ചെയ്യുന്നു, എന്ത് ഭക്ഷണം കഴിക്കണം എന്നൊക്കെ നമ്മൾ പഠിച്ചു വരികയാണ്. അത് നമ്മുടെ ജീവിത കാലത്തിലൂടെ ജനിക്കുമ്പോൾ തുടങ്ങി നമ്മൾ മരിക്കുന്നത് വരെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറിക്കഴിഞ്ഞാലോ, അപ്പോൾ അവിടുത്തെ സൊസൈറ്റിയിൽ നമ്മൾ സോഷ്യലൈസ് ചെയ്യുന്നു. അങ്ങനെ അവിടുത്തെ ഒരു കൾച്ചറിലേക്ക് നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ,
അപ്പോൾ അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫാമിലി, എഡ്യൂക്കേഷൻ, പിയേഴ്സ്, മീഡിയ ആൻഡ് സോ ഓൺ ആർ ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്പ് ഇൻ ദ സോഷ്യലൈസേഷൻ പ്രോസസ്സ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഫാമിലിയിൽ നിന്നാണ്. അത് കഴിഞ്ഞ് നമ്മൾ സ്കൂളിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അവിടുന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നു. പിന്നെ പിയേഴ്സ്, അതായത് നമ്മുടെ കൂട്ടുകാരിൽ നിന്ന്. പിന്നെ മീഡിയ, അല്ലേ, നമ്മൾ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ, ലോകത്ത് എന്ത് നടക്കുന്നു നമ്മൾ അറിയുന്നു, മറ്റ് സ്ഥലങ്ങളെക്കുറിച്ച് അറിയുന്നു. അപ്പോൾ അതിലൂടെയും നമ്മൾ ഈ സോഷ്യലൈസേഷൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. Okay. Art, music, literature, philosophy, religion, science and so on are all different components of culture. All these are human made, aren't they? അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം, ആർട്ടാണെങ്കിൽ മ്യൂസിക്, ലിറ്ററേച്ചർ, ഫിലോസഫി, റിലീജിയൻ, സയൻസ്, ഇതൊക്കെ കൾച്ചറിൻ്റെ കമ്പോണൻസ് ആണ്. ഇതെല്ലാം ഹ്യൂമൻ മെയ്ഡാണ്, അതായത് മനുഷ്യന്മാർ ഉണ്ടാക്കിയതാണ്. ദാറ്റ് ഈസ് വൈ കൾച്ചർ ഈസ് കൺസിഡേർഡ് ടു ബി ഹ്യൂമൻ മെയ്ഡ്. അപ്പം നമ്മൾ പറഞ്ഞ ഈ ഫാക്ടേഴ്സ് എല്ലാം, കമ്പോണൻസ് എല്ലാം, കൾച്ചറിൻ്റെ കമ്പോണൻസ് എല്ലാം ഉണ്ടാക്കിയെടുക്കുന്ന മനുഷ്യന്മാരാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? കൾച്ചർ എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ മെയ്ഡ്, മനുഷ്യനിർമ്മിതമായ ഒരു സംഭവമാണ് കൾച്ചർ എന്ന് പറയുന്നത്. കൾച്ചർ ഹാസ് മെറ്റീരിയൽ ആൻഡ് നോൺ മെറ്റീരിയൽ കമ്പോണൻസ്. ഇനി അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത്, കൾച്ചറിൽ മെറ്റീരിയൽ ആൻഡ് നോൺ മെറ്റീരിയൽ ആയിട്ടുള്ള കമ്പോണൻസ് ഉണ്ട്. അതായത് നമുക്ക് കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് തൊടാൻ പറ്റുന്ന തരത്തിലുള്ള സാധനങ്ങളുണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫുഡ്, ക്ലോത്തിങ്, ഹൗസ് ഹോൾഡ് ഐറ്റംസ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്താണെന്ന് നമുക്ക് കാണാം, തൊടാം, അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ വസ്ത്രം എന്താണെന്ന് നമുക്ക് തൊടാം, കാണാം, അല്ലേ? അങ്ങനെയുള്ള സാധനങ്ങളെയാണ് മെറ്റീരിയൽ തിങ്സ് എന്ന് പറയുന്നത്. വിച്ച് ക്യാൻ ബി സീൻ ഓൺ ദ സർഫസ് ആൻഡ് ആർ ടാഞ്ചിബിൾ ആർ ദ കമ്പോണൻസ് ഓഫ് മെറ്റീരിയൽ കൾച്ചർ. അതാണ് മെറ്റീരിയൽ കൾച്ചർ എന്ന് പറയുന്നത്. ഇനി നോൺ മെറ്റീരിയലിസ്റ്റിക് സാധനങ്ങൾ അല്ലെങ്കിൽ നോൺ മെറ്റീരിയൽ കൾച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിലീവ്സ്, വിശ്വാസങ്ങൾ, അല്ലെങ്കിൽ തോട്ട്സ്, നമ്മുടെ ചിന്തകൾ, ഐഡിയകൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും, അല്ലെങ്കിൽ നമ്മുടെ റിലീജിയസ് ആയിട്ടുള്ള ബിലീഫുകൾ, അല്ലേ? ഇപ്പോൾ ഓരോരുത്തരും ഓരോ ദൈവത്തിനെ വിശ്വസിക്കുന്നു, അല്ലേ? പക്ഷേ ആ വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലുള്ളൊരു കാര്യമാണ്. അത് നമുക്ക് ഒരു സാധനത്തിന് തൊടാനോ അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ റെസ്പെക്റ്റ്, അതുപോലെ നമുക്ക് ഒരാളോടുള്ള ലവ്, ഇതെന്നൊക്കെ പറയുന്നത് നോൺ മെറ്റീരിയലിസ്റ്റിക് ആണ്. അതായത് നമുക്ക് അനുഭവിക്കാനേ പറ്റുള്ളൂ, അല്ലാതെ കാണിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ തൊടാനോ ഒന്നും പറ്റുന്നതല്ല. അപ്പം അങ്ങനെയുള്ളതിനെയാണ് നോൺ മെറ്റീരിയൽ കൾച്ചർ എന്ന് പറയുന്നത്. വിച്ച് ആർ ഇൻവിസിബിൾ ആൻഡ് ഇൻടാഞ്ചിബിൾ ആർ കമ്പോണൻസ് ഓഫ് നോൺ മെറ്റീരിയൽ കൾച്ചർ. നമുക്ക് കാണാനോ അല്ലെങ്കിൽ തൊടാൻ പറ്റാത്തതോ ആയ അത്തരത്തിലുള്ള കാര്യങ്ങളെയാണ് നോൺ മെറ്റീരിയൽ കൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിൽ ഇവിടെ കുറച്ച് ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ മെറ്റീരിയൽ കൾച്ചറിലും നോൺ മെറ്റീരിയൽ കൾച്ചറിലും വരണത് എഴുതാൻ വേണ്ടിയിട്ട്. നോക്കൂ, എന്തൊക്കെയാണ് മെറ്റീരിയൽ കൾച്ചറിൽ വരിക? മെറ്റീരിയൽ കൾച്ചറിൽ വരുന്നത് ഷർട്ട്, ബുക്ക്, ദെൻ യുട്ടൻസിൽസ്, ഹൗസ്, ബാഗ്, ദെൻ വാച്ച്, ഫോണ്, സ്പെയ്ഡ്. ഇതൊക്കെ ഏതിലാണ് വരിക? മെറ്റീരിയൽ കൾച്ചറിലാണ് വരിക. അതേസമയം നോൺ മെറ്റീരിയൽ കൾച്ചറിൽ വരുന്നത് ഏതൊക്കെയാണ്? അത് നമുക്ക് പറയുകയാണെങ്കിൽ മലയാളം, ദെൻ റിലീജിയസ് ബിലീവ്സ്, ലവ്, റെസ്പെക്റ്റ്, നോളജ്, ഇതൊക്കെ ഏതിൽ വരുന്നു? നോൺ മെറ്റീരിയൽ കൾച്ചറിൽ വരുന്നതാണ്. ഓക്കെ. ദെൻ താഴെ ഇവിടെ കമ്പോണൻസ് ഓഫ് കൾച്ചർ കൊടുത്തിട്ടുണ്ട്. ആൻഡ് അത് ഓരോന്നും നമ്മൾ താഴെ അതിൻ്റെ കുറച്ച് എക്സ്പ്ലനേഷൻ വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഫെസ്റ്റിവൽസ്, ലാംഗ്വേജ്, ട്രഡീഷൻ, ആർട്ട്, റിച്വൽസ്, ബിഹേവിയർ, നമ്മുടെ രീതികൾ, സിമ്പിൾസ്, ഇതൊക്കെ ഫുഡ്, ക്ലോത്തിങ്, ഇതൊക്കെ കൾച്ചറിൻ്റെ കമ്പോണൻസ് ആയിട്ട് വരുന്നതാണ്. There are diverse societies and cultures existing in the whole world. The culture of India too is incredibly rich and rich with diversity. Our country is home to a wide variety of religions, caste and tribal communities. അപ്പോൾ ഓരോ സ്ഥലത്തിനും അതിൻ്റേതായ, ഓരോ സൊസൈറ്റിക്കും അതിൻ്റേതായ കൾച്ചർ ഉണ്ട്. ഇനി ഇന്ത്യ എന്ന് പറയുന്നത് കുറച്ച് കൾച്ചേഴ്സ് അധികമുള്ളൊരു സ്ഥലമാണ്, അല്ലേ? ഡൈവേഴ്സിറ്റി കൂടുതലുള്ള, വ്യത്യസ്തത കൂടുതലുള്ള ഒരു സ്ഥലമാണെന്ന് പറയുന്നത്. നമ്മുടെ കൺട്രിയിൽ റിലീജിയൻസ് ആണെങ്കിലും അതുപോലെ കാസ്റ്റ്, ട്രൈബൽസ് കമ്മ്യൂണിറ്റീസ്, റിലീജിയൻ, മതങ്ങൾ, ജാതികൾ, അതുപോലെ വ്യത്യസ്ത ഈ ട്രൈബൽസ്, ഗോത്ര വിഭാഗങ്ങളൊക്കെ ഒരുപാടുള്ള ഒരു സ്ഥലമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അവർക്ക് ഓരോരുത്തർക്കും എന്തുണ്ട്? ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ഡിസ്റ്റിങ് ട്രഡീഷൻസ് ആൻഡ് കൾച്ചർ.
അതേപോലെ റിമാർക്കബിൾ ഡൈവേഴ്സിറ്റി ഓഫ് ലാംഗ്വേജ് ഓൾസോ എക്സിസ്റ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലാണെങ്കിലോ ഒരുപാട് ലാംഗ്വേജുകളുണ്ട് അല്ലേ, ഒരുപാട് ലാംഗ്വേജുകളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ദെൻ 2 ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നു നോക്കൂ. ഇത് നമ്മുടെ കറൻസി നോട്ടാണ് അല്ലേ. ഈ കറൻസി നോട്ടിൽ ഇവിടെയായിട്ട് കണ്ടോ കുറച്ച് ലാംഗ്വേജുകളിൽ ഇപ്പം 10 രൂപ 1 രൂപയാണെങ്കിൽ 1 രൂപ, 1 റുപ്പി 1 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് 1 രൂപയെ എന്നൊക്കെ പറഞ്ഞ് പല പല ഭാഷയിൽ എഴുതിയിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് ഹൗ മെനി ലാംഗ്വേജസ് ആർ പ്രിൻറ്റഡ് ഓൺ അവർ കറൻസി നോട്ട്. ആൻഡ് എണ്ണി നോക്കിയാൽ വ്യത്യസ്ത ലാംഗ്വേജിൽ നമുക്ക് കാണാൻ പറ്റും. അതിൽ 15 ഭാഷകളിൽ ഈ ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ 15 എഴുതിയിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഹിന്ദിയും ഇംഗ്ലീഷും ഇവിടെയും കാണാൻ പറ്റും. അങ്ങനെ ടോട്ടൽ 17 ലാംഗ്വേജസിൽ നമുക്ക് കറൻസി നോട്ടിൽ ആ ഒരു എത്ര രൂപയാണെന്നുള്ളത് പ്രിൻ്റ് ചെയ്തിരിക്കുന്നത് കാണാം. അടുത്തത് നോക്കൂ. എൻക്വയർ എബൌട്ട് വിച്ച് ലാംഗ്വേജസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മുടെ ഭരണഘടനയിൽ പറയുന്ന ചില ഭാഷകളുണ്ട്, അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ഭാഷകളുണ്ട്. അതൊരു 22 ഭാഷകളെക്കുറിച്ച് അതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് ഇവിടെ ഈ സൈഡിൽ കൊടുത്തിരിക്കുന്ന ഭാഷകളാണ് അതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഇന്ത്യയിൽ എത്രമാത്രം ഡൈവേഴ്സ് ആയിട്ടുള്ള ലാംഗ്വേജസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് അതിൽ തന്നെ മനസ്സിലാക്കാം. ദെൻ ഇതേപോലെ തന്നെ ഓരോ നമ്മുടെ വ്യത്യസ്തമായ ക്ലോത്തിങ്ങുകളുണ്ട്. ഓരോ സ്ഥലത്തിനും ട്രഡീഷണൽ ആയിട്ടുള്ള ക്ലോത്തിങ് ഉണ്ട്, ഫെസ്റ്റിവൽസ്, ട്രഡീഷണൽ ഫുഡുകളുണ്ട്, ലാംഗ്വേജ്, ഓരോരുത്തരും അവരുടേതായ എൻ്റർടൈൻമെൻറ്റുകൾ, ഇൻവെൻഷൻസ് അതൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയുള്ള പോസ്റ്ററുകൾ ഉണ്ടാക്കാനുള്ള ക്വസ്റ്റ്യനാണ് അത്. ഓക്കെ, ദെൻ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഓരോരോ ഫീച്ചേഴ്സ് ആയിട്ട് നോക്കുകയാണ്. യു ഹാവ് റിയലൈസ്ഡ് ദാറ്റ് കൾച്ചർ അറൗണ്ട് ദ വേൾഡ് ആർ ഡിഫറെൻറ്റ്. കൾച്ചേഴ്സ് ഹാസ് മെനി ഫീച്ചേഴ്സ് ലൈക്ക് ദിസ്. ഇനി കൾച്ചറുകളുടെ വ്യത്യസ്തമായ ഫീച്ചേഴ്സുകളെ കുറിച്ചാണ്, അതായത് എങ്ങനെയാണ് ഒരു കൾച്ചറും ഉണ്ടായി വരുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഓരോന്നായിട്ടാണ് നോക്കുന്നത്. നോക്കൂ, ഫസ്റ്റ് വൺ, കൾച്ചർ ഇസ് ലേൺഡ്. കൾച്ചർ എന്ന് പറയുന്നത് എങ്ങനെയാണ്, നമ്മൾ ലേൺ ചെയ്ത് എടുക്കുന്നതാണ് അല്ലേ, മനസ്സിലാക്കി എടുക്കുന്നതാണ്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നു നോക്കൂ. ഓണം ഈസ് വൺ ഓഫ് ദ മേജർ ഫെസ്റ്റിവൽസ് ഇൻ കേരള. യു സെലിബ്രേറ്റ് ഓണം ഇൻ സ്കൂൾ, ഡോണ്ട് യു? വാട്ട് ആർ ദ പ്രിപ്പറേഷൻസ് മെയ്ഡ് ഫോർ ഓണം സെലിബ്രേഷൻ? നമ്മൾ സ്കൂളിൽ ഓണം ആഘോഷിക്കും അല്ലേ. അപ്പോൾ നമ്മൾ എന്തൊക്കെ പ്രിപ്പറേഷൻസാണ് ചെയ്യുക അല്ലേ. ഇപ്പോൾ നമ്മൾ കുറേ പ്രിപ്പറേഷൻസ് ചെയ്യും. നമ്മുടെ ഓരോ ഓണാഘോഷമാണെങ്കിൽ നമ്മൾ കുറേ പ്രിപ്പറേഷൻസ് ചെയ്യും. എന്തൊക്കെ നമുക്ക് പറയാം, പ്രിപ്പറേഷൻ ഫോർ പൂക്കളം, അല്ലെങ്കിൽ പ്രിപ്പറേഷൻ ഫോർ ദ ഫീസ്റ്റ്, സദ്യയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ്, അതുപോലെ ബൈയിങ് ന്യൂ ക്ലോത്ത്സ്, ഇതൊക്കെ നമ്മൾ ഓണാഘോഷത്തിന് വേണ്ടി ചെയ്യുന്ന പ്രിപ്പറേഷൻസ് ആണ് അല്ലേ. ഇനി നോക്കൂ, ഫ്രം വേർ ഡിഡ് യു ലേൺ ഓൾ ദീസ് തിങ്സ്? അപ്പോൾ എവിടെ നിന്നാണ് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചത് എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ എങ്ങനെയാണ് അത് പഠിച്ചത്? ഇനീഷ്യലി നമ്മൾ പഠിക്കുന്നത് ഫാമിലിയിൽ നിന്നായിരിക്കും അല്ലേ. ഫാമിലിയിൽ നിന്ന് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ നിന്ന്, നെയ്ബേഴ്സിൻ്റെ നിന്ന്, സൊസൈറ്റിയിൽ നിന്ന്, അങ്ങനെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നുമാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കുന്നത്. സോ കൾച്ചർ ഈസ് നോട്ട് സംതിങ് ദാറ്റ് ഈസ് ഇന്നേറ്റ്. We acquire culture through the process of socialization that happens through interactions with the family, school, peers and society. അപ്പോൾ കൾച്ചർ എന്ന് പറഞ്ഞാൽ ഇന്നേറ്റ് ആയിട്ട് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ കൂടെ ഉണ്ടാകുന്ന ഒരു സാധനമൊന്നും അല്ല കൾച്ചർ എന്ന് പറയുന്നത്. അത് നമ്മൾ എന്താണ്, അത് നമ്മൾ അക്വയർ ചെയ്തെടുക്കുകയാണ്, നമ്മൾ നേടിയെടുക്കുന്ന, നമ്മളിപ്പോൾ എഡ്യൂക്കേഷനൊക്കെ പോലെ നമ്മൾ നേടിയെടുക്കുന്ന ഒരു കാര്യമാണ് കൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മളെ സഹായിക്കുന്നത്, അതിൽ ഇൻവോൾവ് ചെയ്യുന്നത് നമ്മൾ ജീവിക്കുന്ന സൊസൈറ്റിയാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾക്കൊരു സോഷ്യലൈസേഷൻ ഉണ്ടാകുന്നത് നമ്മുടെ ഫാമിലിക്കകത്താണ്. ആദ്യം നമ്മൾ അക്വയർ ചെയ്യുന്നത് നമ്മുടെ ഫാമിലിയുടെ കൾച്ചർ എന്താണോ അതായിരിക്കും ഇനീഷ്യലി നമ്മുടെ കൾച്ചർ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ സ്കൂളിൽ പോകാൻ തുടങ്ങുമ്പം നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ ടീച്ചേഴ്സ് പഠിപ്പിച്ചു തരുന്ന കുറേ കാര്യങ്ങൾ, അതൊക്കെ വെച്ചിട്ട് നമ്മുടെ കൾച്ചർ ഒന്ന് മാറി വരും. അതേപോലെ നമ്മൾ ഇടപഴകുന്ന പിയേഴ്സ്, അതായത് നമ്മുടെ കൂട്ടുകാരെങ്ങനെയാണോ അവരുടെ കൾച്ചറും അവരുടെ രീതികളും നമ്മളെ സ്വാധീനിക്കും. അതേപോലെ നമ്മൾ പിന്നെ കുറച്ചും കൂടി വലുതായി നമ്മൾ ജോലിയോ അല്ലെങ്കിൽ സോഷ്യലായിട്ട് നമ്മൾ കുറച്ചും കൂടി ഇടപഴകുന്ന, നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ആ സമൂഹത്തിൽ നിന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കും. അതിൽ നിന്ന് നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ എടുക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ ഒരു കൾച്ചർ നമ്മൾ അക്വയർ ചെയ്ത് ഉണ്ടാക്കി എടുക്കുന്നത്. We learn how to respect elders, usually from our family. How to behave in society is learned from family, school, peers and society.
അപ്പോൾ നമ്മളിപ്പോൾ മുതിർന്നവരെ നമ്മൾ ബഹുമാനിക്കണം എന്നുള്ളത് നമ്മൾ ചെറുതാകുമ്പോൾ തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് ആദ്യം നമ്മൾ കേൾക്കുന്നു അല്ലേ. അപ്പോൾ അത് നമ്മൾ ഫാമിലിയിൽ നിന്ന് തന്നെ പഠിക്കുന്നു. അതേപോലെ നമ്മളൊരു സൊസൈറ്റിയിൽ നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പുറത്തുള്ള മനുഷ്യന്മാരോട് എങ്ങനെ ഇടപഴകണം എന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് ഫാമിലിയിൽ നിന്നും സ്കൂളും അതേപോലെ അങ്ങനെ എല്ലാവരിൽ നിന്നുമാണ് നമ്മളത് മനസ്സിലാക്കിയെടുക്കുന്നത്. ദെൻ കൾച്ചർ പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഷേപ്പിംഗ് സൊസൈറ്റി ആൻഡ് ഇൻഡിവിജ്വൽസ്. അപ്പോൾ നമ്മൾ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന മനുഷ്യന്മാരുടെ കൾച്ചർ എങ്ങനെയാണോ അതാണ് പിന്നെ ആ ഒരു സൊസൈറ്റിയുടെ കൾച്ചറായിട്ട് മാറുന്നത്. ഇപ്പം നമ്മൾ പറയാറുണ്ട്, നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ അല്ലേ, ഇപ്പം നമ്മൾ ഒരുപാട് മലയാളികൾ അല്ലെങ്കിൽ ഒരുപാട് ഇന്ത്യക്കാർ പുറത്തെ രാജ്യങ്ങളിൽ പോയിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളവിടെ പോയിട്ട് നമ്മളെങ്ങനെയാണോ പെരുമാറുന്നത് അതാണ് നമ്മുടെ കൾച്ചറായിട്ട് അവർ കാണുന്നത്. ഇപ്പോൾ അമേരിക്കയിൽ പോകുന്ന ഒരു മലയാളി അവിടെ പോയിട്ട് അവർ മറ്റുള്ളവരോട് നന്നായി പെരുമാറുകയാണെങ്കിൽ അവർ പറയും, ഓ ഇന്ത്യക്കാരെത്ര നല്ല ആൾക്കാരാണ്, അവരുടെ കൾച്ചർ എത്ര മനോഹരമാണെന്ന് പറയും. അതേസമയം ഇവിടുന്ന് പോയ കുറച്ച് ഇന്ത്യക്കാർ അല്ലെങ്കിൽ കുറച്ച് മലയാളികൾ അവിടെ പോയിട്ട് മോശമായിട്ട് പെരുമാറുന്നു, സൊസൈറ്റിയിൽ കൃത്യമായിട്ട് ഇടപഴകുന്നില്ല, മോശം കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നു, അങ്ങനെയാണെങ്കിൽ അവർ വിചാരിക്കുന്നത് ആ ഒരു ഹോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെക്കുറിച്ച് തന്നെ അവർക്ക് മോശമായ ഒരു കൺസെപ്റ്റായിട്ടും ആയിരിക്കും ഉണ്ടാവുക അല്ലേ. അവരൊരു മോശം ആൾക്കാരാണ്, അവരുടെ കൾച്ചർ മോശമാണെന്ന് അവർ വിചാരിക്കും. അപ്പോൾ ഇൻഡിവിജ്വൽസ് എങ്ങനെയാണോ പെരുമാറുന്നത്, മനുഷ്യന്മാരെങ്ങനെയാണോ പെരുമാറുന്നത് ആ ഒരു കൾച്ചറാണ് ആ ഒരു സൊസൈറ്റിക്കും ഉണ്ടാവുക എന്നാണ് കാണുക. അപ്പോൾ നമ്മൾ നന്നായി പെരുമാറിയാൽ അത് നമ്മുടെ സൊസൈറ്റിയുടെ കൾച്ചറാണ് പുറമേക്ക് കാണിക്കുന്നത്. വാട്ട് ആർ സം ഓഫ് ദ കൾച്ചറൽ പ്രാക്ടീസസ് യു ഹാവ് ലേൺഡ്. അപ്പോൾ നമ്മൾ ഇതുപോലെ മനസ്സിലാക്കിയെടുത്ത കുറച്ച് കൾച്ചറൽ പ്രാക്ടീസസ്. അപ്പോൾ ഇതുപോലെ സ്റ്റാൻഡിങ് അപ്പ് ഡ്യൂറിങ് ദ നാഷണൽ ആന്തം. നമ്മുടെ നാഷണൽ ആന്തം പാടുമ്പോൾ നമ്മളെപ്പോഴും എഴുന്നേറ്റ് നിൽക്കും അല്ലേ. അത് നമ്മൾ എവിടുന്ന് പഠിച്ചതാണ്, നമ്മൾ സ്കൂളിൽ പോകാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കൾച്ചറൽ പ്രാക്ടീസാണ്. അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റെസ്പെക്റ്റിംഗ് എൽഡേഴ്സ്, അതും നമ്മൾ പഠിച്ചെടുക്കുന്ന ഒരു കൾച്ചറൽ പ്രാക്ടീസാണ്, മുതിർന്നവർ ബഹുമാനിക്കുക. ദെൻ ട്രീറ്റിംഗ് ഗസ്റ്റ് വിത്ത് റെസ്പെക്ട്സ് ആൻഡ് ജനറോസിറ്റി. നമ്മളുടെ വീട്ടിൽ വരുന്ന അതിഥികളെ നമ്മൾ റെസ്പെക്റ്റോട് കൂടിയിട്ട് വളരെ ആദരപൂർവ്വം ഇതാക്കുക എന്നുള്ളത് ഒരു നമ്മൾ പഠിക്കുന്നതാണ് അല്ലേ. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യക്കാരുടെ ഇടയിലുള്ള ഒരു പ്രത്യേക ഇതാണ്, അതിഥി ദേവോ ഭവ എന്നാ പറയുക. അതിഥീനെ, നമ്മുടെ വീട്ടിൽ വരുന്ന അതിഥികളെ ദൈവത്തെ പോലെ കാണാനാണ് നമ്മുടെ കൾച്ചർ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ. ദെൻ യൂസിങ് റൈറ്റ് ഹാൻഡ് ഫോർ ഗിവിങ് ആൻഡ് റിസീവിങ് തിങ്സ്. അപ്പോൾ നമുക്കത് വേണമെങ്കിൽ പറയാം, നമ്മളെപ്പോഴും വലത് കൈ കൊണ്ടാണ് ഒരു സാധനം കൊടുക്കുകയോ വാങ്ങിക്കുകയോ ചെയ്യുക അല്ലേ. ഇടത് കൈ കൊണ്ട് നമ്മൾ എന്തെങ്കിലും ആർക്കെങ്കിലും കൊടുത്താൽ നമ്മുടെ മുതിർന്നവർ തന്നെ നമ്മളെ ചീത്ത പറയും. അപ്പോൾ അങ്ങനെ നമ്മൾ പഠിച്ചെടുത്ത ഒരു കാര്യം, എന്ത് സാധനം നമ്മൾ ഒരാൾക്ക് കൊടുക്കുമ്പോഴും നമ്മളൊരു ബഹുമാനപൂർവ്വം നമ്മൾ വലത്തെ കൈ കൊണ്ടാണ് കൊടുക്കുക അല്ലേ. സോ ഇതൊക്കെ നമ്മുടെ കൾച്ചറിൽ നിന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്തെടുക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ. ദെൻ അടുത്ത പോയിന്റ് നോക്കൂ, കൾച്ചർ ഈസ് ഷെയർഡ്. അപ്പോൾ നമ്മൾ പറയുന്നത് കൾച്ചറിൻ്റെ ഫീച്ചേഴ്സാണ് നമ്മൾ പറയണത് കേട്ടോ. അപ്പോൾ കൾച്ചർ എന്ന് പറയുന്നത് ഷെയർഡ് ആണ്. ഇൻ സ്കൂൾ യു ഈറ്റ് ടുഗെദർ വിത്ത് യുവർ ഫ്രണ്ട്സ് വൈൽ സെലിബ്രേറ്റിംഗ് ഓണം ഫീസ്റ്റ്, ഡോണ്ട് യു? വാട്ട് ആർ ദ സ്പെഷ്യാലിറ്റീസ് ഓഫ് ഓണം ഫീസ്റ്റ്? അപ്പോൾ നമ്മൾ സ്കൂളിൽ ഓണസദ്യ കഴിക്കുമ്പോൾ, ഓണസദ്യ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, എല്ലാവരും ഒരുമിച്ചിരുന്നല്ലേ ഓണസദ്യ കഴിക്കുക. അപ്പോൾ ഓണം ഫീസ്റ്റിൻ്റെ, ഓണസദ്യയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? പീപ്പിൾ ഫ്രം ഓൾ സെക്ഷൻസ് ഓഫ് സൊസൈറ്റി സിറ്റ് ടുഗെദർ ആൻഡ് ഹാവ് ഫുഡ്. അപ്പോൾ നമ്മൾ സ്കൂളിലെന്നല്ല, പൊതുവേ നമ്മൾ ഓണസദ്യ കഴിക്കുക എന്ന് പറയുന്നത് എല്ലാവരെയും വിളിച്ചിട്ട് ആണ് ചെയ്യുക അല്ലേ. അതായത് നമ്മുടെ വ്യത്യസ്ത ജാതിയിലുള്ള ആൾക്കാരായിരിക്കും, വ്യത്യസ്ത മതത്തിലുള്ള ആൾക്കാരായിരിക്കും. അങ്ങനെ നമ്മുടെ ജീവിതവുമായിട്ട് നമുക്ക് പരിചയമുള്ള, നമ്മുടെ ജീവിതവുമായി ചേർന്ന് നിൽക്കുന്ന ആൾക്കാരെ നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. ഇപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനമാണെങ്കിൽ ആ ബിസിനസ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന, എല്ലാ ജോലികളും ചെയ്യുന്ന, ഏറ്റവും ചെറിയ ശമ്പളം വാങ്ങുന്ന ആൾ തൊട്ട് ഏറ്റവും വലിയ ശമ്പളം വാങ്ങുന്ന ആൾ വരെ എല്ലാവരും ഒരുമിച്ചിരുന്നിട്ടായിരിക്കും ആ ഒരു ഓണം സദ്യ കഴിക്കുന്നത്, ഓണം ആഘോഷിക്കുന്നത്. അപ്പോൾ അത് തന്നെ എന്താണ്, നമ്മുടെ കൾച്ചറിൻ്റെ ഒരു ഭാഗമാണ്. ഇറ്റ് ഷോക്കേസ് ദ ഡൈവേഴ്സിറ്റി ഓഫ് കേരള ക്യുസീൻ. അതേപോലെ തന്നെ നമുക്ക് പറയാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണത്തിൻ്റെ വൈവിധ്യവും നമുക്കതിൽ കാണിക്കാൻ പറ്റും. ദ ഫീസ്റ്റ് ബ്രിങ്സ് പീപ്പിൾ ടുഗെദർ പ്രൊമോട്ടിങ് യൂണിറ്റി ആൻഡ് ടുഗെദർനെസ്. അപ്പോൾ നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോൾ നമ്മൾ അതിലൂടെ നമ്മുടെ ഒരു ഒരുമയാണ് നമ്മളവിടെ പ്രൊമോട്ട് ചെയ്യുന്നത്. ഈസ് ഓണം ഫീസ്റ്റ് സിംപ്ലി അബൌട്ട് ഹാവിങ് ഫുഡ്. അപ്പോൾ ഓണം ആഘോഷം അല്ലെങ്കിൽ ഓണസദ്യ എന്ന് പറയുന്നത് വെറുതെ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് മാത്രമാണോ നമ്മളവിടെ മനസ്സിലാക്കേണ്ടത്? അല്ല. ഇറ്റ് ഓൾസോ അബൌട്ട് ദ ഗ്യാതറിങ് ഓഫ് പീപ്പിൾ ഫ്രം ഡിഫറെൻറ്റ് വാക്സ് ഓഫ് ലൈഫ്. Common traditions such as eating food served on banana leaves while sitting on floor is a part of Onam.
ഇറ്റ് ഫോസ്റ്റേഴ്സ് ദ സെൻസ് ഓഫ് യൂണിറ്റി ആൻഡ് സോഷ്യൽ പാർട്ടിസിപ്പേഷൻ. അപ്പോൾ അവിടെ കാണിക്കുന്നത് നമ്മുടെ ഒരു ഒത്തൊരുമയുടെ ആഘോഷമാണ് ഓണം എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മുടെ ഒരു ഒരുമയാണ്, നമ്മുടെ സൊസൈറ്റിയുടെ ഒരു ഒരുമയാണ് അവിടെ കാണിക്കുന്നത്. സോ കൾച്ചർ ഇസ് കളക്റ്റീവ്ലി റിസീവ്ഡ് ആൻഡ് ട്രാൻസ്മിറ്റഡ് ത്രൂ ഫുഡ് ആൻഡ് സെലിബ്രേഷൻസ്. ഇൻ ദിസ് മാനർ കൾച്ചർ ഈസ് ഷെയർഡ് എമംഗ് മെമ്പേഴ്സ് ഓഫ് സൊസൈറ്റി. അപ്പോൾ ഒരു സൊസൈറ്റിയുടെ കൾച്ചർ എന്ന് പറയുന്നത് അതിലുള്ള ഓരോ വ്യക്തിക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള കൾച്ചറല്ല. ഒരു സൊസൈറ്റിയുടെ കൾച്ചർ എന്ന് പറയുന്നത് അവിടെയുള്ള എല്ലാവരും ഒരുമിച്ച് ചേരുന്ന കൾച്ചറാണ്. കൾച്ചർ നമ്മൾ ഷെയർ ചെയ്യുകയാണ്. ഇപ്പോൾ ഒരു വീട്ടിൽ ജീവിക്കുന്നവർക്ക് ഒരു കൾച്ചറായിരിക്കും അല്ലേ, അതായത് പൊതുവേ ഒരു കൾച്ചറായിരിക്കും, അല്ലാതെ ഒരാൾക്ക് അച്ഛനൊരു കൾച്ചർ അമ്മയ്ക്ക് ഒരു കൾച്ചർ എന്ന് പറയാൻ പറ്റില്ല. കൾച്ചർ ഷെയർഡാണ്. അതാണ് ഈ പോയിന്റിൽ എംഫസൈസ് ചെയ്യുന്നത്. ഇനി അടുത്ത പോയിന്റ് നോക്കൂ. കൾച്ചർ ഈസ് സിംബോളിക്. വാട്ട് ഓൾ സിംബൽസ് ഡു യു നോ ദാറ്റ് റെപ്രസെൻറ്റ് അവർ നാഷണലിസം. അപ്പോൾ നമ്മുടെ കൾച്ചർ നമ്മൾ ചില സിംബൽസിലൂടെ നമ്മൾ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഒരു നാഷണൽ ആന്തം കേൾക്കുമ്പോൾ അല്ലേ, നമ്മുടെ ജനഗണമന അത് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തൊക്കെ പറയാം, നാഷണൽ ഫ്ലാഗ് കാണുമ്പോൾ, നാഷണൽ എംബ്ലം കാണുമ്പോൾ, നമ്മുടെ നാഷണൽ എംബ്ലം കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ റുപ്പി കാണുമ്പോൾ, നമ്മുടെ നാഷണൽ അനിമലിൻ്റെ പിക്ചർ കാണുമ്പോൾ, അങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ തോന്നുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അതായത് ഇന്ത്യക്കാരനാണ്, നമ്മൾ ഇന്ത്യക്കാരാണ്, അല്ലെങ്കിൽ പുറത്തൊരു രാജ്യത്ത് പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മുടെയാണ്, അല്ലെങ്കിൽ ഇത് ഇന്നതാണ് മീൻ ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ നാഷണൽ ഫ്ലാഗ് ആണെങ്കിലും അതിനെന്തുണ്ട്, അതിൻ്റേതായ ഒരു മീനിങ് ഉണ്ട് അല്ലേ. അത് വെറുതെ ഒരു കളറ് 2-3 കളറോ അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പോ അത് മാത്രമല്ല, അത് ഓരോന്നും ഓരോ കാര്യങ്ങൾ മീൻ ചെയ്യുന്നുണ്ട്. ഓരോ കളറിനും ഓരോ അതിൻ്റെ പിന്നിലൊരു സ്റ്റോറി ഉണ്ട്. അതേപോലെ നമ്മുടെ നാഷണൽ ആന്തം ആണെങ്കിലും അതിൽ നമ്മുടെ ഫുൾ ഇന്ത്യയുടെ വൈവിധ്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അല്ലേ. അതാണ് നാഷണൽ ആന്തത്തിലും കാണിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മുടെ കൾച്ചറിനെയാണ് സിംബലൈസ് ചെയ്യുന്നത്. ഓക്കെ, ഒബ്സർവ് ദ എബോവ് പിക്ചർ. ദീസ് ആർ സം ഓഫ് ദ സിംബൽസ് ഓഫ് ഇന്ത്യൻ നാഷണലിസം ആൻഡ് കൾച്ചർ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കൾച്ചറിൻ്റെ സിംബലുകളാണ്. നാഷണൽ ആന്തം, നാഷണൽ ഫ്ലാഗ്, പാട്രിയോട്ടിക് സോങ്സ് ആൻഡ് സോ ഓൺ ഇവോക്ക് ഫീലിംഗ്സ് ഓഫ് നാഷണലിസം ഇൻ അസ്. നാഷണലിസം റെപ്രസെൻറ്റ് പാട്രിയോട്ടിസം ആൻഡ് നാഷണൽ യൂണിറ്റി. Similarly, symbols such as language, gestures, and objects such as monuments and religious symbols are used to indicate culture. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കൊരു നാഷണലിസം, നമ്മുടെ രാജ്യമാണ്, നമ്മൾ ഇന്ത്യക്കാരാണ് എന്നൊരു ഫീല് നമ്മുടെ ഉള്ളിലുണ്ടാകുന്നു. അതേപോലെ തന്നെ നമ്മുടെ ലാംഗ്വേജുകൾ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ചില ഗസ്റ്റേഴ്സ് ഉണ്ട് അല്ലേ, നമ്മൾ ഗസ്റ്റുകളെ കാണുമ്പം ഇങ്ങനെ കൈകൂപ്പുന്നത്, അത് ഇന്ത്യക്കാരുടെ ഒരു കൾച്ചറാണ്. നമ്മൾ കണ്ടിട്ടുണ്ടാവും. വലിയ വലിയ പ്രധാനമന്ത്രിയൊക്കെ ആണെങ്കിലും നമ്മൾ വേറൊരു രാജ്യത്ത് പോയാൽ അവർ ചിലപ്പോൾ ഷേക്ക് ഹാൻഡ് ആയിരിക്കും അവരുടെ ഒരു ജസ്റ്റർ എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ ഇന്ത്യയുടെയാണ് ഒരു കൾച്ചറാണ് നമസ്തേ എന്ന് പറഞ്ഞ് കൈകൂപ്പുന്നത് അല്ലേ. അപ്പോൾ അത് നമുക്ക് കാണുമ്പോൾ നമ്മൾ ഇന്ത്യക്കാരാണെന്നൊരു ഫീല് നമുക്ക് തോന്നുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഒബ്ജക്റ്റ്, ചില സാധനങ്ങളുണ്ട്. ഇപ്പോൾ താജ്മഹൽ കാണുമ്പോൾ അത് ഇന്ത്യയുടെ ഒരു പ്രതീകമാണ് അല്ലേ. നമ്മുടെ കൾച്ചറിൻ്റെ, നമ്മുടെ ആ ഒരു പഴയ രാജാക്കന്മാരുണ്ടായിരുന്ന കാലത്തെ അന്നത്തെ ഒരു റിച്ച്നെസ്സിൻ്റെ ഒക്കെ ഒരു സിമ്പലാണ് താജ്മഹൽ പോലെയുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അതേപോലെ ഓരോ രാജ്യത്തിനും ഉണ്ടാകും അവരുടേതായ കാര്യങ്ങൾ. അപ്പോൾ കൾച്ചർ സിംബോളിക്. ഇത്തരം സിംബൽസിലൂടെയും നമ്മൾ നമ്മുടെ കൾച്ചറിനെ കാണിക്കുന്നു. ഇനി കുറച്ച് പോയിന്റുകളും കൂടി ഈ ചാപ്റ്ററിൽ വരുന്നുണ്ട്. സോ അതും കൂടി ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ കുറച്ച് ലോങ് ആവും. സോ ഇത് ഇട്ട ഉടനെ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ അതും കൂടി അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ക്ലാസ്സിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.